What the crap is this? എനിക്ക് രാത്രി ഉറക്കം ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ പലതും ചെയ്യും. I'm a pregnant woman. I'm not pregnant, but still. Don't you dare touch it. What are you doing? എന്റെ ഗിറ്റാർ എടുത്ത് കളിച്ചാണ്ടല്ലോ എന്നോടാ കളി. Oh God. എന്റെ നെയിൽ പോളിഷും കൊണ്ടുവരണ്ടോ? Useless. തുള്ളാതെ നിലം തുടയ്ക്കാൻ പറ്റാണ്ടായോ നിങ്ങൾക്ക്? അയ്യോ അതല്ല മോളെ, ഇത്രയും നാൾ അമ്മയുടെ ഹിന്ദുസ്ഥാനി കർണാടകം കേട്ട് ഉറക്കം തൂക്കി പണിയെടുത്ത് മടുത്തിരിക്കി. ഇപ്പോഴാണ് പണിയെടുക്കാൻ പറ്റിയ പാട്ട് കിട്ടിയത്, ഡാൻസിന് പറ്റിയത്. നിനക്ക് എന്താ ചോദിച്ചു? ഒരു ഫാൻ്റെ മ്യൂസിഷ്യന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്തത് മനസ്സിലായോ? നിങ്ങൾ ഡാൻസ് ചെയ്തോ? മാറ്. നാണമില്ലേ ചെറിയ കുട്ടികളെ പോലെ? തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ? നിനക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ why did you accept his proposal? നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. Now if you have the courage and decency, stand by it. ഒന്നുമില്ലേലും നിനക്ക് അവനേക്കാളും 3-4 വയസ്സ് കൂടുതലല്ലേ? അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ? നീ ചിരിക്കണ്ട. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഐ നോ യു നീഡ് യുവർ ഫ്രീഡം. പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷനാണ്. അതെ മാം, ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ്ഡ് ഇയർ പ്ലഗ്സ്. അത് ചെവിയിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മൂഡ് വരും. ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിയിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ. മതി സസ്പെൻസ്. അല്ലെങ്കിലും തന്റെ ഫ്രണ്ട് കാരണം പ്രാന്തായിരിക്കാണ് ഞാൻ. നാളെ ആതിരയുടെ ആദ്യത്തെ സോണോഗ്രഫി ടെസ്റ്റാ. ടെസ്റ്റ് അവക്കല്ലേ, എനിക്കല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ ഓരോന്ന് ചെയ്തുകൊണ്ടാ ഇപ്പൊ ഈ ടെസ്റ്റ്. അവളാണോ ഇത് എന്നോട് വന്ന് പറയാൻ പറഞ്ഞേ? അല്ല, ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ നാളെ ബിസിയാ. ഓക്കെ ബൈ, നാളെ കാണാം. അതിന് ഞാൻ നാളെ ഐ എം നോട്ട് കമ്മിങ്. എനിക്കറിയാം നീ നാളെ വരുമെന്ന്. ഗുഡ് ബൈ മാഡം. എന്റെ റൂം ആരാ ക്ലീൻ ചെയ്തേ? ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. അറിയില്ലേ? ഇവിടെ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ? എന്താ ഇവിടെ താമസിക്കണെങ്കിലേ മനുഷ്യന്മാരെ പോലെ ജീവിച്ചാ പറ്റൂ. ഇത് എന്റെ റൂമാണ്, ഞാൻ തോന്നിയ പോലെ താമസിക്കും. നിനക്കെന്താ? ബുൾഷിറ്റ് ക്ലെൻലിനെസ്. നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ പോയിക്കോളാം. പോയിക്കോ. ആരാ പറഞ്ഞ പോണ്ടാന്ന്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ സത്യമായിട്ടും പോവും. പോയിക്കോന്നേ. അങ്ങനെ ഇപ്പൊ ഞാൻ പോണില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. അയ്യോ, കഥ കടച്ച് കടന്നൂടെ? റിമോട്ട്. ഈ വൃത്തികെട്ട വ്യക്തിപരമായ സാധനങ്ങളൊന്നും ഇങ്ങനെ വലിച്ചു വാരി ഇടരുത്. ഞാനാ അത് മുഴുവൻ പെറുക്കണത്. നാറ്റ സഹിക്കാൻ വയ്യ. എന്താ നടക്കട്ടെ. അതെ, മുടി ഓപ്പൺ ചെയ്തിട്ടാ നല്ലതാ. എന്ത് മുടി ഓപ്പൺ ആണ് നല്ലത്. ഈ മാസം വരാന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3 കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ നടക്കാണ്? ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ? എടി അങ്ങനെ അല്ലടി, എന്റെ അറബി ആള് മോശക്കാരനാ. ലീവ് ചോദിച്ചിട്ട് അയാൾ തരണില്ലടി. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് കാട്ടാനാണ്? ഇവിടെ വന്നാലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ? എന്താ നിങ്ങൾക്കൊരു ചിന്തയില്ലാത്ത? ഇവിടെ പല പെമ്പിള്ളേരും കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് നടക്കണം. ഓ, കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ? നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളിയുണ്ട്, അതങ്ങോട്ട് വരാത്ത? എന്താണ്ടി പറയണത്? എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. നടു നിർത്താൻ സമയമില്ല. അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ്? ലീവ് കിട്ടാതെ ഞാൻ എപ്പോ വരാനാണ്? നീ എന്ത് വർത്തനായി പറയണത്? നടു നിർത്തോ എന്ത് കുന്തോ നിർത്തോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഈ പ്രശ്നമല്ലാന്ന്. നിങ്ങൾ വന്നിട്ടില്ല വെച്ചാല് ഞാൻ വേറെ മാർഗം കാണും. നീ എന്ത് മാർഗാണ്ടി? ഹൈ, വല്ലാത്ത മനുഷ്യൻ തന്നെ. ഹൗ, എന്താ ഈ പയറിന് വെന്തൂടെ? ഭർത്താവിനെ കാണണോ? അതിന് മൂപ്പരിങ്ങോട്ട് വരുന്നില്ലാലോ. അതിനല്ലേ സ്കൈപ്പ്. കയ്പോ? എന്താണത്? കയ്പല്ല, അതൊരു സൂത്രപ്പണിയാ. നമുക്ക് ചേട്ടായിനെ ഇവിടെ ഇരുന്ന് തന്നെ കാണാം, സംസാരിക്കാം. പിന്നെ വേണമെങ്കിൽ ബാക്കി പലതും ചെയ്യാം.
അതിനാ കുന്ത്രാണ്ട് എന്റെ കയ്യിലില്ലാലോ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ, ആ നമ്പർ ഇങ്ങതാ, ബാക്കിയൊക്കെ ഞാൻ റെഡിയാക്കാം. നമ്പർ കൊടുക്കാം, പണിയാവോ അത്? പിന്നെ രാത്രി റെഡിയാക്കിയോ? ഏ? സുന്ദരി കുട്ടിയായിരിക്കണേ. സുന്ദരി കുട്ടി എന്താ ഈ ചെക്കന്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. അയ്യോ, ഇതെന്താ ഇത്? കല്യാൺ സിൽക്കിന് പരസ്യോ? എന്നെ കാണാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് ഗ്ലാമർ ആയതാ. അതെ, ഈ പൊട്ടെങ്ങനെയുണ്ട്? ഇതാ ചന്ദനപ്പടിയിലെ ചേച്ചി തോന്നുന്നതാ. ഓ, വളരെ നന്നായിട്ടുണ്ട്. സീരിയലൊക്കെ അഭിനയിക്കാം. ഏ? ഇത് കണ്ടാ കെട്ടിയോൻ പേടിച്ചു പോവല്ലോ. എന്റെ രാരിയേട്ടന് എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം. രാരിയേട്ടനോ? അല്ല, രാരിച്ചൻ നല്ല പൗരനാണ്. നീ അതും പറയാതെ കാര്യം റെഡിയാക്കാൻ നോക്ക്. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി ഏട്ടന് തരാം. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നെ ഒന്ന് ക്ഷമിക്ക്. കാണാനുള്ള മോഹാണ്. വേഗം ആട്ടയത്. ഓ, ഇതാ പിടിച്ചോ. ഇപ്പൊ റെഡി ആയത്. അൽമീനമ്മ ഏയ് ഈ പോടാ അവിടുന്ന്. ഓ, അൽമീനമ്മ മാഫി മുഷ്കിൽ ദൈവമേ, ഇത് ഏട്ടനാണല്ലോ. ആണ്. എങ്ങനെയുണ്ട് ഏട്ടൻ? ഗ്ലാമർ ആയിട്ടുണ്ടാ? ബെസ്റ്റ് കപ്പിൾ. നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല ഉഷാറായിട്ടുണ്ട്. ഓ, ഈ നല്ല സൂപ്പർ എൻട്രി. ആണ് ഏട്ടാ. ആ, ഏട്ടാ, 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 അവിടെ ഇവിടെ നോക്കി ഇത് മൊത്തം പോയത്. വേഗം റെഡിയാക്കാൻ നോക്ക്. ഓരോ കുന്ത്രാട്ടോ വെച്ച് ബഞ്ചിനെ പറ്റിക്കാൻ നടക്കാണ്. റെഡിയാക്കുന്നീ ആര്യേട്ടൻ പോയത്. രാരിയേട്ടനൊക്കെ പോയി, നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാന്ന്. നാളെയാണ് ഒരു കാര്യം ഏൽപ്പിച്ച നിനക്കൊന്നും ചെയ്യാൻ വയ്യല്ലോ. എവിടെ നോക്കി ഇരിക്കുകയാണ് നീയൊക്കെ? രാരിയേട്ടനും പോയി, എല്ലാം പോയി. അവന്റെ ഒരു കായ്പ്. ഹലോ സഞ്ജന, എവിടെയാ? ഞങ്ങൾ സോണോഗ്രഫി റൂമിലുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലെത്തി. ദേ ആനന്ദ് സാർ. സാർ ഇവിടെ? എനിക്ക് സോണോഗ്രാഫി. സോണോഗ്രാഫി? ആതിരമേനൻ ഇവിടെ ഇല്ലേ? ആ ഉള്ളിലുണ്ട്. എനിക്കൊന്ന് കാണണല്ലോ. ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. പുള്ളിക്കാരി സാറിന്റെ എൻ്റെ ഫ്രണ്ടാ, അല്ല എൻ്റെ വൈഫാ. അയ്യോ, സാറിന്റെ കല്യാണം കഴിഞ്ഞോ? ഒരു 3-4 ദിവസമേ ആയുള്ളൂ. അതിന് പെണ്ണിന് 3 മാസം ആയല്ലോ. ഞാൻ എങ്ങോട്ടാ പോകണ്ടെന്ന് പറയോ? ദാ അങ്ങോട്ടാ, നീ ഒന്ന് കൂടെ ചെല്ല്. Please come in, Mr. Menon. മെയിനോനല്ല, എബ്രഹാം, അനന്ത് എബ്രഹാം. Oh, sorry. ദാ ഈ സ്പോട്ട് കണ്ടോ? That's your baby. നിങ്ങളുടെ 13 വീക്സ് പ്രായമുള്ള കുഞ്ഞ്. ആൺകുട്ടിയാണോ? പെൺകുട്ടിയല്ലേ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. ദാ അത് കണ്ടോ? എന്നാലും ഡോക്ടർ, യു വിൽ ബി നോയിങ് റൈറ്റ്, ഇറ്റ്സ് എ ബോയ്. That's not possible. Please wait outside. Please. See, your baby seems to be fine, Mrs. Abraham. ഇബ്രാഹിം അല്ല, മേനൻ, ആതിര മേനൻ. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ കാണാം. ആനന്ദ്, യാ, ഞങ്ങളിന്ന് ഡ്രോപ്പ് ചെയ്യോ? ഓ യെസ്, കം. ഉള്ള ക്യാബിലല്ലേ വന്നേ, പിന്നെ എന്തിനാ ഒരു ലിഫ്റ്റ്? ഇതിൽ കയറിയെന്ന് വിചാരിച്ച് അത്തൊന്നും പോയില്ല. നീ വാ. നിനക്ക് പോണം, പൊക്കോ, ഞാൻ വരില്ല. ഓഹോ, എനിക്കല്ല നിനക്കാ പോണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഷോ കാണിക്കാതെ വന്ന് കയറ്. വണ്ടി പോട്ടെ. നല്ല വിശപ്പ്. നല്ല നാടൻ ഫിഷ് ഫ്രൈ കിട്ടണ എങ്ങോട്ടെങ്കിലും പോയാലോ സഞ്ജു? സോറിടാ, പടത്തിന് ലേറ്റ് ആവും. സെൻസസ് സർട്ടിഫിക്കറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല. നാളെ പോയാൽ മതിയോ? ശരി. ശരി, ബൈ 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 ബൈ. താങ്ക് യു. ബൈ ബൈ ബൈ. Bye. സീ യു. വാ. ഹലോ ആൻഡ്രു ഏട്ടാ. ആനന്ദ്, എന്തൊക്കെയുണ്ട് വിശേഷം? Good. കുറെ കാലമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ? പാട്ടൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അങ്ങനെ പോണു. फ्रिकी, यस ब्रो, वो टेबल जरा साफ करो और उनका ऑर्डर ले लो. टेबल नंबर 5 में देखो उनको क्या चाहिए. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? അയലമത്തി ചൂരക്കാരി കണവക്കൽ മീൻ കൂരിക്കരിമീൻ വറ്റവാല ബ്രാൽച്ചുറ ഐക്കൂറാന്ന തോലി. 2 നെയ്മീൻ എടുക്ക്. 2 നെയ്മീൻ, പിന്നെ ഒരു ഫിഷ് കറി.
ഫിഷ് കറി. പിന്നെ ഊണ്. ഊണ്. താങ്ക് യു. ആ ഓർഡർ ചെയ്തോ? യാ ജസ്റ്റ്. ഇത് എൻ്റെ വൈഫാണ്. കല്യാണം കഴിച്ചോ? ആ ഇതെപ്പോ സംഭവിച്ചു? അതൊക്കെ സംഭവിച്ചു പോയി. അപ്പൊ കോൺഗ്രാറ്റ്സ്. അപ്പൊ ഇന്നത്തെ ഊണ് എന്റെ വക. അതൊന്നും വേണ്ട. നടക്കട്ടെ. ശരി. അതെ, ബില്ല് അവിടെ കൊടുത്താൽ മതി. ഓ Hey Bradley, what's up man? Oh, I can't make in August, yeah. September for sure. Yeah. You want me to send those sound files to you? Okay, I'll mail you tonight. Cool. Take care. Bye. Cheers. ഹലോ താനാരാ? Who are you? ഞാനാരാ? ആന്റി. മിഴിയോരം നനഞ്ഞൊഴുകും മൂക്കിൽ മാലകളോ. ഹലോ. ഹലോ, എപ്പോഴാ എത്തിയത്? ഇന്ന് രാവിലെ യങ് ലേഡി. ഇതെങ്ങനെ ഈ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അവളൊക്കെ വെറും വേസ്റ്റ്. ഒന്ന് പോടാ. മിനമോ ഓ എന്തായി? കെട്ടിയോ വന്നോ? അതോ ഇത്തവണ പറ്റിച്ചോ? ഓ ആതിരയുടെ അവൾ മോളിലുണ്ട്. ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരാം. ഇത് മൈക്കിൾ, എൻ്റെ ഫ്രണ്ടിന്റെ മോനാ. ആദിയുടെ കുട്ടിക്കാലം മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. US-ലാ. ഈ ഒരു ഫ്രണ്ടിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അവരൊരുമിച്ച് പഠിച്ചവരാ. മൈക്കിൾ US-ൽ പോകുന്നവരെ അവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചോ? പതുക്കെ, ഞാൻ പ്രഗ്നന്റാ. ഞാൻ അറിഞ്ഞു നീ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. അതിനെങ്ങനെയാ? 6 മാസമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് കക്ഷി. എന്താ പേര്? അനന്ത് എബ്രഹാം. മൈക്കിൾ. എന്ത് ചെയ്യുന്നു? ഐ എം എ മ്യൂസിഷ്യൻ. ഓ നൈസ്. ഓൺ ദ റോക്സ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, അടിക്കാറുണ്ട്. അതല്ലടാ, ഇവരുടെ മ്യൂസിക് ബാൻഡിന്റെ പേരാ. ഹീസ് എ ലീഡ് വോക്കലിസ്റ്റ്. ഐ എം സോറി, ഞാൻ ഈ മ്യൂസിക് സീനൊന്നും അധികം ഫോളോ ചെയ്യാറില്ല. ഏതായാലും എൻ്റെ ചാൻസ് അടിച്ചെടുത്തല്ലോ. താൻ എങ്ങനെ വളച്ചെടുത്തു? ഇവളുടെ ഒരു ടൈപ്പ് പോലും അല്ല താൻ. അറിയാം, അവക്ക് പൊക്കമുള്ളവരെ ഇഷ്ടം. അതെ, നമ്മുടെ പ്ലാൻ എന്താ? ആന്റി, ഇന്ന് വൈകുന്നേരം എൻ്റെ പുതിയ ആൽബം ലോഞ്ച് ഉണ്ട്. ആന്റി വരണം. ഞാൻ എന്തായാലും വരാം. പിന്നെ കൂടെ ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം. എൻ്റെ ഫ്രണ്ട് ബീനയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കാം. ആണോ? അപ്പോൾ ഓക്കെ. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വരാം. ചായ വേണ്ടേ? വേണ്ട. അവന് നല്ല ജലസി ഉണ്ടല്ലേ? നീ പറഞ്ഞോണ്ടാ ഞാൻ ഓവറാക്കിയത്. പാവൻ ചെക്കൻ. സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഏയ്, എന്താ അങ്ങനെ ചോദിക്കാൻ? നിന്നെ ഞാൻ ഇന്നൊന്നിനെയും കാണാൻ തുടങ്ങിയതല്ലോ. ഐ കൻ സീ ദാറ്റ് ഇൻ യുവർ ഐസ് വെൻ യു ലുക്ക് അറ്റ് ഹിം. എനിക്ക് പാട്ട് ഇഷ്ടമായി, പക്ഷെ അത് അവനോട് പറയണ്ട കേട്ടോ. Sure. Thank you. Thank you very much. Oh, hi. ഗംഭീരമായി. ലൗഡ് ഇറ്റ്. Thank you. Thanks a lot for coming. Congrats. Very nice. മീനമ്മേ, നന്നായിരുന്നു. പോടത്. നിങ്ങള് ഡിന്നറിന് പോയില്ലേ? അവിടെ പോയിട്ട് ഈ ചേച്ചിയുടെ തൊണ്ടയിലും ഇറങ്ങണ്ടേ? ഇവളുടെ മനസ്സൊത്ത് എവിടെയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിവേ, റോക്കിംഗ് ഷോ മാൻ. ഹലോ. ആ, ഈസിയോ. അത് ഷോ ആയ കാരണം ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. എപ്പോ? ICU-ലോ? അമ്മച്ചി. What happened? ഹലോ അമ്മച്ചി. ഞാനും വരാം. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യാത്രയാണോ? അത് കുഴപ്പമില്ല, കാറിലല്ലേ. I'll be comfortable. Okay, ma? ചെല്ലാം.
അലിസുട്ടിയെ ഇപ്പോഴാണോടാ വരുന്നത്? ഇതെന്ത് കുരുത്തക്കേട് അലിസുട്ടിയെ? ഇമ്മാതിരി വിളച്ചിലൊന്നും എന്നോട് കാണിക്കില്ലേ? ഇടിച്ചു ഷേപ്പ് മാറ്റി ഞാൻ. അതൊക്കെ കർത്താവിൻ്റെ ഒരു തമാശയല്ലയോ മക്കളെ? അത് കള. എങ്ങനുണ്ട് നിന്റെ പാട്ടും കൂത്തും കുടുംബജീവിതവും ഒക്കെ കൂടെ? ആ അതൊക്കെ അങ്ങനെ പോണു. എന്നതാ മോളെ അവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല വല്യമ്മച്ചി. ഇങ്ങ് വാ. വല്യമ്മച്ചി പറഞ്ഞ ലേഹ്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ? ഒരാഞ്ചെറുക്കൻ തന്നെ അന്ന് ആ വല്യമ്മച്ചിക്ക് തോന്നുന്നത്. ചുരുണ്ട മുടിയൊക്കെയുള്ള തലതെറിച്ച ഒരു ചെറുക്കൻ. മോള് വാ, ഇവിടെ ഇരിക്കെ. മക്കളെ, വല്യമ്മച്ചിക്ക് നന്നായിട്ടറിയാം ഈ കുടുംബമെന്നും കല്യാണമെന്നും ഒക്കെ പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ. എന്ന് കരുതി അതങ്ങ് മലമറിക്കുന്ന സംഭവമൊന്നും ഒട്ടല്ലേ താനും. പിരിയാനൊരു 100 കാരണങ്ങൾ കാണും മക്കളെ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ ഒരേ ഒരു കാരണം മതി. നിങ്ങൾ പിരിയുമ്പോൾ ആ ഒരു കാരണം നിങ്ങളെ തേടി അങ്ങ് വരും. മോളെ, ദേ ഇവനുണ്ടല്ലോ, എല്ലാം എന്നോട് തുറന്നു പറയും. ജനിച്ചപ്പം മുതൽ ഞാനാ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇല്ലയോടാ കുരുത്തം കെട്ടവനെ? ഓ മതി മതി, പെട്ടെന്നെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് ഓരോ നാരങ്ങ വെള്ളം അടിക്കണ്ടേ? പിള്ളേർ വന്നതല്ലേ, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ വെറുതെ ഇരുന്ന് നടുവേന കൂട്ടണ്ട. അമ്മച്ചിപ്പോ സ്റ്റേബിൾ ആണല്ലോ, ഇവിടെ ഞാൻ മാത്രം മതി. നിങ്ങൾ ആ മരുന്ന് സമയാസമയം കഴിച്ചോളണേ. എവിടെ ആരും ഓർക്കാൻ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. പിന്നെ ഓർമ്മശക്തി നിനക്ക് മാത്രമേ ഉള്ളൂ. ബീഫൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഇല്ല, മീനോ? ഒട്ടും അറിയില്ല. അപ്പൊ അവിടെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ ആയിരിക്കും അല്ലേ ഭക്ഷണം? എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, പക്ഷെ ബേക്ക് ചെയ്യാൻ അറിയാം. കേക്ക്സ്. ജീവിതകാലം മൊത്തം കേക്ക് മാത്രം തിന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവൻ എവിടെ പോയാലും എന്റെ ഭക്ഷണം ഇല്ലെങ്കിൽ വലിയ കഷ്ടമാന്നേ. അവൻ അമേരിക്ക പോയ സമയത്ത് ഞാനൊരു മാസം പോയി നിന്നേ. ഓ എന്റെ കർത്താവേ, അവിടുത്തെ ഭക്ഷണം എരിയില്ല, പുളിയില്ല, ഒന്നുമില്ലെന്നേ. ഈ കൊടമ്പുളിയൊന്നും ഇല്ലാതെ എങ്ങനെയാ മീൻ വയ്ക്കുന്നേ? ആ പ്ലേറ്റിനകത്ത് അതങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ കഷ്ടം തോന്നും. ഓ തുടങ്ങി. എല്ലാ അമ്മമാരും വിചാരിക്കുന്നത് മക്കളുടെ കാര്യം അവർ മാത്രമേ ശ്രദ്ധിക്കൂന്ന. നാളെ ഞാനൊരമ്മയായ ചിലപ്പോ അങ്ങനെയായിരിക്കും അല്ലേ? നീ അവളെ വിളിച്ച് ആ എസ്റ്റേറ്റ് ഒക്കെ ഒന്നുകൊണ്ട് കാണിച്ചേ.